എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം സത്യദാസിനെ അങ്ങനെ പൊളിച്ചടുക്കുവാണ് ഗീതു. സത്യദാസ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ഗീതു സത്യങ്ങളൊക്കെ അറിയും. താൻ രാധികയുടെ ഭർത്താവാണ്, വരുണിന്റെ അച്ഛനാന്നുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. പിന്നീട് ഗീതു എന്തിയാണ് സത്യദാസിന്റെ കണ്ണെന്നുള്ള കണ്ണടയൊക്കെയാണ് ഊരി അങ്ങോട്ട് അതങ്ങോട്ട് പൊട്ടിച്ച് ചവിട്ടി അരയ്ക്കുവാണ് ആ കണ്ണട ഇട്ടിട്ട്. ഒരു നിമിഷം സത്യദാസ് പറഞ്ഞു, അയ്യോ മോളെ നീ എന്താ കാണിച്ച, എന്റെ കണ്ണട എന്തിയെ, എനിക്ക് കണ്ണ് കാണത്തില്ല എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീതു പറഞ്ഞു, കണ്ണ് കാണത്തില്ലെന്നോ? ആർക്ക്? നിങ്ങൾക്കോ? ഭാസ്കരന് കണ്ണ് കാണാലോ, ഊച്ചാളി ഭാസ്കരനല്ലേ നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റൂല്ലോ എന്ന് ചോദിക്കണം. ഇത് കേട്ടതും സത്യദാസും ഞെട്ടി. നീ എന്താടി വിളിച്ചേ? ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമല്ലേ? നിങ്ങളുടെ പേര് ഭാസ്കരനാണ്. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ. നിങ്ങൾ ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? രാധികയുടെ മുൻ ഭർത്താവാണ് നിങ്ങൾ. പോരാത്തന് വരുണേട്ടന്റെ അച്ഛന് സത്യമല്ലേന്ന് ചോദിക്കും. ഈ സമയം സത്യവാസന എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എടീ നീയ എങ്ങനെ ഞാൻ കണ്ടുപിടിച്ചെന്നല്ലേ? ഇതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ണേട്ടന് അറിയത്തില്ല. കണ്ണേട്ടൻ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതേ ഈ പറയുന്ന നിങ്ങളും രാധികാമ്യ വരുണേണ്ടും എല്ലാവരും പുറത്താന്ന് പറയാണ്. നിങ്ങൾ ഈ കുടുംബത്തിൽ എന്തിനാ കയറി പറ്റിയെന്നുള്ള സത്യം. അതിനേക്കാൾ ഉപരി കണ്ണന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് നിങ്ങളാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നു കൊല വിളിക്കുള്ളൂ. പിന്നെ നിങ്ങളെ ഇച്ചിരി എല്ലും പൊടിയും പോലെ നിങ്ങളുടെ ബാക്കി വെച്ചേക്കില്ലെന്ന് പറയണം. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ മകന്റെ, നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ എന്നും കൂടെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സത്യദാസ് പറഞ്ഞു, അതെ നിനക്കിന്ന് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടാ. ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയാം. ആര് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്? ഇതിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള എന്താ തെളിയിക്കണമെന്ന് ചോദിക്കും. എന്നിട്ടാണ് നിങ്ങൾ രഞ്ജുവിന്റെ അച്ഛനാണ് വിജയലക്ഷ്മിയുടെ ഭർത്താവെന്നും പറഞ്ഞ് ഇവിടെ കയറി കൂടിയിരിക്കുന്നത്. അതെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഞാൻ തരാം. പക്ഷേങ്കില് ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യദാസ് ചോദിച്ചു, ഞാൻ എങ്ങോട്ടേക്ക് പോകാനാ? നിങ്ങൾ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. നിനക്ക് ജീവിക്കാനുള്ള അവസരമാണ് ഞാൻ തരുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കണ്ണേട്ടനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയും. തുറന്നു പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മകനും നിങ്ങളുടെ ഭാര്യയൊന്നും ഭൂമിക്കും ഇതാ ജീവനോടെ ഉണ്ടാകത്തില്ല. കണ്ണേട്ടന്റെ സ്വഭാവം അറിയാലോ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയണം. പോകാൻ എങ്ങോട്ടെ? നിങ്ങൾക്കുള്ള ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇനി മുതൽ നിങ്ങളുടെ താമസം അവിടെ ആയിരിക്കും. നിങ്ങൾ ഇവിടുത്തെ പൊറുതി അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാൻ പറയാം. അല്ല അത് പിന്നെ ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളിവിടുന്ന് പായ്ക്ക് അയക്കോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പെട്ടിയും കാര്യങ്ങളും എന്തൊക്കെയാന്ന് വെച്ചാൽ അതൊക്കെ കാഞ്ചിനെ കൊണ്ട് എടുപ്പിച്ച് ഞാൻ താഴേക്ക് കൊണ്ടുവന്നോളാം. നിങ്ങൾ ഇപ്പം തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സത്യദാസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വെപ്രാളമായി. നിങ്ങൾ പോയില്ലെങ്കിൽ പിന്നെ അറിയാലോ, നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കാൻ പോകുന്നത് ഞാനായിരിക്കില്ല. നിനക്കിപ്പോൾ ഗസ്റ്റ് ഹൗസ് പോലും കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ പുറത്താക്കാൻ പോകുന്ന കണ്ണേട്ടനായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കണോ നിങ്ങൾ തന്നെ ആലോചിക്കാൻ പറയണം. എനിക്കറിയാടി, അപ്പം നീ മനഃപൂർവ്വം കളിക്കിറങ്ങിയിരിക്കുമല്ലേ? ഇതിന്റെ എല്ലാം പിന്നില വിജയലക്ഷ്മി ആണെന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് പറയാം. ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഛേദമൊന്നുമില്ലല്ലോ. നിങ്ങൾ പോയില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അരമണിക്കൂർ സമയം തരും. അതിനുള്ളിൽ തന്നെ നിങ്ങൾ പായ്ക്ക ചെയ്തേക്കണം എന്നൊക്കെ പറയണം. ഇതും പറഞ്ഞിട്ട് ഗീത അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. പിന്നീട് രേഖയുടെ അടുത്ത് നിന്നിട്ട് ഓക്കെ സക്സസ് ആന്ന് പറയാണ്. കാഞ്ചിനോട് പറഞ്ഞു, കാഞ്ചിരക്ക ആ സത്യദാസന്റെ മുറിയിലുള്ള പെട്ടികളും കാര്യങ്ങളൊക്കെ അങ്ങ് പുറത്തേക്ക് എടുത്തോളം പറയണേ. അതെന്തിനാ? ഐശ്വര്യമാമിയുടെ മുറിയിലെ പെട്ടിക്കെല്ലാം എടുക്കണമെന്ന് പറഞ്ഞേ. അവരെ മാമിയല്ലേ ഗസ്റ്റ് ഹൗസിലേക്ക് പോണേന്ന് ചോദിക്കാം. തൽക്കാലത്തേക്ക് വിജയലക്ഷ്മി അമ്മ അല്ല പോണേ, സത്യദാസ പോണേന്ന് പറയണേ. സത്യദാസോ? ഇതെന്തും മറിമായം? കാഞ്ചലിക്കൊന്നും മനസ്സിലായില്ല. ആ സമയത്ത് രാധികയും വരണം അങ്ങോട്ടേക്ക് വന്നു. രാധികയും വരണം വന്ന് ഗീതുവിനെ നോക്കി. ഗീതു പറഞ്ഞു, ചെല്ലയല്ലേ, ആ മുറിയിലേക്കല്ല. എന്താന്ന് അറിയത്തില്ല. സത്യദാസങ്ങൾ ഇവിടുന്ന് പോകുമെന്നാ പറഞ്ഞേ. കാരണം എന്താന്ന് നിങ്ങൾ ചെന്ന് തിരക്കാൻ പറയണം. ഇത് കേട്ട പതി കേൾക്കാത്ത പതി വരുണും രാധികയും കൂടെ മുറിയിലേക്ക് എല്ലുവാണ്. ആ സമയം സത്യദാസ് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അല്ല ഇതെന്താ ഭാസ്കരേട്ടാ? ഭാസ്കരൻ എങ്ങോട്ടേ പോകാൻ തുടങ്ങണമെന്ന് ചോദിക്കും. അത് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട് ശരിയാകത്തില്ല. അവളുണ്ടല്ലോ ഗീതു, അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്റെ ഭർത്താവാണ്, വരുണിന്റെ അച്ഛനാന്നുള്ള കാര്യം അവളെല്ലാം ഗോവിന്ദനോട് പറയുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുക. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ നിലനിൽപ്പിനെ അത് ബാധിക്കുമെന്ന് പറയാം. ഇത് കേട്ട് രാധിക ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ചോദിക്കാം. ഇനിയിപ്പം ഞാനിവിടുന്ന് പോകാം. തലക്കാലത്തേക്ക് പുറത്തിറങ്ങിയിട്ടുള്ള കളികളെ ഞാൻ നടത്താം. അതൊന്നും രക്ഷയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ ഭാസ്കരനാന്ന് അവൾ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയാണ്. ഈ സമയം ഇതെല്ലാം കേട്ട് ഞാൻ രാധിക പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഭാസ്കരന് പൊക്കിയോ, അതായിരിക്കും നല്ലത്. ഇവിടെ നിന്നിട്ടുണ്ടേ ശരിയാവത്തില്ലെന്ന് പറയണം. അങ്ങനെ ഭാസ്കരനെല്ലാം കെട്ടിപ്പറക്കി ഇറങ്ങാൻ നിൽക്കും. കാഞ്ചന ബായിയൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പത്തേനും ഗീതു അങ്ങോട്ടേക്ക് വന്നു. ഗീതുവിനെ കണ്ടതും ഭാസ്കരൻ അടുത്തേക്ക് വന്നു. പറഞ്ഞു, ഞാൻ മറക്കല്ലേ ഇത് ഒരിക്കലും. ഇനി നിനക്കെതിരെ ആയിരിക്കും ഞാൻ കളിക്കാനായിട്ട് പോകുന്നത്. നീയായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ശത്രു.
ഞാൻ കളി തുടങ്ങുന്നോളെന്ന് പറയും. ഇത് കേട്ട ഗീത് പറഞ്ഞു, ആ കളി കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക, അതിനുള്ള തയ്യാറെടുപ്പുള്ള ഞാനും നടത്തിക്കൊണ്ടിരിക്കുന്നേ, ഇനി നിങ്ങളെ മേലാൽ ഈ പടിക്കകത്ത് കണ്ടേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത അങ്ങോട്ടേക്ക് പോവാണ്. ഇങ്ങനെ ഭാസ്കരൻ വീടിന്റെ പടി ഇറങ്ങി കഴിയുമ്പോഴത്തേനും വരുണ്ണും രാധയ്ക്ക് സഹിച്ചില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നോക്കി നിന്നല്ലേ മതിയാവുള്ളൂ. തന്റെ അച്ഛനാണല്ലോ ആ പോകുന്നത് ഓർത്ത് വരുണ് ഭയങ്കര വിഷമം. പക്ഷെ നിൽക്കാൻ പറയാനും പറ്റില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ലെന്ന് വരുണ് അറിയാൻ ചെയ്യാം. അങ്ങനെ അയാൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. അത് പക്ഷെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു രാധികയ്ക്ക്. രാധിക നേരെ അനാർക്കലിയെ വിളിക്കുകയാണ്. അനാർക്കലിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. അവള് ആ ഗീതു ചതിച്ചെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാർക്കലി ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് പറയണം. ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. വേണ്ട വേണ്ട, ഇങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് അനാർക്കലി രാധിക പറയണം. ആ സമയം ഗോവിന്ദ് എന്ത് ചെയ്യണം, മണിയാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഗോവിന്ദും ഉണ്ട്, അപർണികയുണ്ട്, അജാസും ഉണ്ട്. അവർ മൂന്നുപേരും കൂടെ നിൽക്കുന്നത്. അപ്പം മണിയേര് അങ്ങോട്ടേക്ക് വന്നു. മണിയേര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. മുമ്പ് വിജയലക്ഷ്മിയുടെ കൂടെ ഉണ്ടായിരുന്ന കച്ചേരിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് മണിയേര്. അപ്പം മണിയർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, വിജയലക്ഷ്മി ആരാന്നും പിന്നെ അവർക്ക് രഞ്ജു, അപ്പം രഞ്ജുവിൻ്റെ അച്ഛനാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലോ. രഞ്ജുവിൻ്റെ അച്ഛനാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചതന്നെ. അങ്ങനെ മണിയേര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മണിയേരോട് ഗോവിന്ദ് ആ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്, വിജയലക്ഷ്മി അമ്മേനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ മണിയേര് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാണ്. വിജയലക്ഷ്മി അമ്മ ആരായിരുന്നു, എന്തായിരുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ എന്നിട്ട് വ്യക്തമായൊരു ഉത്തരം കിട്ടിയില്ല. രഞ്ജു ആരുടെ മോളാന്നുള്ള കാര്യം അപ്പോഴും അയാൾക്കും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. കാരണം അയാൾ ഉറപ്പിച്ചു പറഞ്ഞു, ഇതുവരെ ഒരു ഭർത്താവെന്ന പേരിലോ ലേബലില് ആരും വിജയലക്ഷ്മി അമ്മയുടെ കൂടെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ പെൺകുട്ടി അത് ആരാണെന്ന് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞങ്ങൾ പലവട്ടം ചോദിച്ചിട്ടും അതിന് വ്യക്തമായൊരു ഉത്തരം ഇതുവരെയായിട്ടും വിജയലക്ഷ്മി അമ്മ തന്നിട്ടുണ്ടായിരുന്നില്ലെന്ന് പറയണം. ഗോവിന്ദിന് സംശയം അപ്പൊ രഞ്ജുവിനെ കുറിച്ച്. അങ്ങനെയാണെങ്കിൽ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. അപ്പൊ മണിയേര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് വെച്ചൊരു കളി കളിക്കാൻ തന്നെ ഗോവിന്ദ് തീരുമാനിക്കണം. അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, ഇതിന്റെ അറ്റം കാണണമല്ലോ. അങ്ങനെ ചില ചിന്തകളൊക്കെ ഗോവിന്ദിന് മനസ്സിലുണ്ടാകുക. ഈ സമയം സത്യദാസ് പോയതിന്റെ സന്തോഷത്തിലായിരുന്നു അറക്കിൽ വീട്ടിൽ എല്ലാവരും കൂടെ. അങ്ങനെ വിജയലക്ഷ്മി അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ആഘോഷിക്കുന്നുണ്ട്. വിജയലക്ഷ്മിക്ക് ഇതിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴെനിക്ക് സമാധാനമായത്. അയാൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആകെപ്പാടൊരു വീർപ്പുമുട്ടലായിരുന്നു പറയാം. ഗീത പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേമേ അയാളുടെ ശല്യം ഞാൻ അവസാനിപ്പിക്കുമെന്ന്. പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ ചെയ്യും. ഇപ്പം മനസ്സിലായില്ലേ എന്നെ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, ഇപ്പം എനിക്ക് മനസ്സിലായി, നീ ആരാ എന്താ ഏതാന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയണം. അങ്ങനെ അവരവരുടെ സന്തോഷം പങ്കിടുവാണ്. ആ സമയം ആകെപ്പാടെ ടെൻഷനായിരുന്നു രാധികയ്ക്കാണെങ്കിൽ സത്യാസ് പോയി ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അനാർക്കലിയെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ അനാർക്കലിയെ കാണാൻ ചെന്ന് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ടിഞ്ഞപ്പോൾ അനാർക്കലി പറഞ്ഞ്, പേടിക്കേണ്ട രാധികയെ, അധികം വൈകാതെ തന്നെ നമുക്ക് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. മാർഗഴി വന്നോട്ടെ, അവളെ വിളിപ്പിച്ചിട്ടുണ്ടല്ലോ, അവൾ വെച്ചൊരു കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മതിൽ ചാടിക്കിടന്ന മാർഗഴി അങ്ങോട്ടേക്ക് വരുന്നേ. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ മതിൽ ചാടി നിൽക്കുന്ന മാർഗഴിയെ കണ്ടപ്പോൾ രണ്ടുപേരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. മാർഗഴി അവരെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, എന്താ വിചാരിച്ചോണ്ടിരിക്കണേ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കില്ലെന്നോ? ഈ മാർഗഴി ആരാന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത്? പിന്നെ ഈ മതിലൊക്കെ മാർഗഴിക്ക് വെറും പുല്ല. എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മതിലല്ല, വേണമെങ്കിൽ ഇതിനേക്കാളും വലുത് വരെ ഞാൻ ചാടിക്കിടക്കും. പിന്നെയാണോ ഈ ചെറിയ മതില് എന്നൊക്കെ പറഞ്ഞിട്ട് മാർഗഴി അങ്ങോട്ട് ചാടി വരുവാണ്. അതേസമയം അനാർക്കലി പറയും, നീ ആള് കൊള്ളാലോടി പെണ്ണെ, നീ പിടിക്കാനുള്ളൂ എന്ന് പറയും. അതുകൊണ്ടല്ലേ ഞാനിവിടെ വന്ന് എത്തി നിൽക്കുന്നേ, അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നേ, എൻ്റെ മിടുക്കൊണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. രാധിക പറഞ്ഞു, അതെ, അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല നീ ഇവിടെ ചെയ്യാൻ പോണേ, അതൊക്കെ എനിക്കറിയാം. ആൾമാറാട്ടോ അല്ലേ, പിടിക്കപ്പെട്ട എൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല. ഈ മാർഗഴി ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് തന്നെയാന്ന് പറയണം. ഇത് കേട്ടതും അനാർക്കലി പറഞ്ഞു, അങ്ങനെയാണേ ഓക്കെ, ഇന്ന് മുതൽ ഇത് ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും നീ എന്ന് പറയണേ. ഇത് കേട്ടോ മാർഗഴി പറഞ്ഞു, എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്ത് ആരും കൈകടത്തുന്നത് എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെ ചെയ്യത്തോളം എന്നൊക്കെ പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പം അനാർക്കലിക്ക് മനസ്സിലായി, ഇവളെ പിണക്കി വിടുന്നത് ശരിയല്ല, ഇവള് കൂടെ വേണം, ഇവളെ കൂടെ നിർത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അവസാനം പറഞ്ഞു, ശരി നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നൊക്കെ പറയണം. ആ സമയം അറക്കൽ വീട്ടിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഗോവിന്ദും കൂടെ വന്നു കഴിഞ്ഞപ്പം സത്യദാസ് പോയല്ലോ. അങ്ങനെ അവര് വിജയലക്ഷ്മിനെ സ്നേഹിക്കുവാണ്. കാരണം ഇനിയിപ്പോൾ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. സത്യദാസ് പോയി പേടിക്കാതെ ഗോവിന്ദനോടൊപ്പം ചേർന്നിരിക്കാന്നൊരു ചിന്ത വിജയലക്ഷ്മിയുടെ മനസ്സിലും ഗീതന്റെ മനസ്സിലുണ്ടായിരുന്നു. ഗീതന്റെ ഉള്ളിൽ ആ കാർമേഹമൊക്കെ കുറച്ചങ്ങ് ഒഴിഞ്ഞു നീങ്ങി. സത്യദാസിനെ സത്യങ്ങളൊന്നും വിളിച്ചു പറയില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ.
ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.